ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നിത്യ വീട്ടിലിരുന്ന് ആകെ സങ്കടപ്പെടുന്നു. ആ കിണറ്റിൻകരയിലിരുന്ന് നിത്യ സുജാതയെ അപമാനിക്കുന്ന രീതിയിൽ നളിനി പെരുമാറിയതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നളിനി അവിടെ നിത്യയെ അന്വേഷിച്ച് വീടിനകം മുഴുവൻ പരതി. അവളെ കാണാതായതോടെ ഈ പെണ്ണത് എവിടെ പോയി കിടക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നേരെ പിന്നാമ്പുറത്തേക്ക് എത്തിയപ്പോ അവിടുത്തെ കിണറ്റിൻകരയിലിരുന്ന് സങ്കടപ്പെടുന്ന നിത്യയെ നളിനി കാണുന്നു. നന്ദി ഉടനെ തന്നെ നിത്യയുടെ അരികിലേക്ക് എത്തി. എന്താടി, നിന്റെ ആരെങ്കിലും ചത്തുപോയോ എന്ന് ചോദിച്ച് നിത്യയോട് ദേഷ്യപ്പെട്ടു. ഉടനെ നിത്യയുടെ നേരെ നളിനിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യങ്ങൾ കേട്ട് നിത്യ പറഞ്ഞു, അമ്മായിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സമാധാനത്തോടെ ഇങ്ങനെ ഒന്ന് മാറിയിരിക്കാൻ കൂടി കഴിയില്ലേ? ഒന്ന് സ്വാതന്ത്ര്യത്തിൽ കരയാൻ പോലും ഇവിടെ കഴിയില്ലേ എന്ന് ചോദിച്ച് നിത്യ ദേഷ്യപ്പെട്ടതും നളിനി ചോദിച്ചു, നിന്റെ ഇപ്പൊ ഈ സങ്കടം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓ, ആ പണക്കാരത്തള്ള ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന്റെ വിഷമാണോടി നിനക്ക് എന്ന് ചോദിച്ച് നളിനി ദേഷ്യപ്പെട്ടതും ഉടനെ നിത്യ പറഞ്ഞു, അതെ, നിങ്ങൾ ഈ പറയുന്നത് അത്ര നല്ല കാര്യമാണോ നിങ്ങളുടെ വിചാരം? ഈ വീട്ടിൽ ആര് വന്നാലും അവരെ അപമാനിച്ച് അയക്കാനൊന്നും നിങ്ങളെ ആർക്കും അതിനുള്ള അധികാരമൊന്നും നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല എന്ന് നിത്യ നളിനിയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ട നളിനി പറഞ്ഞു, ദേ, ഒരു കാര്യം നിന്നോട് ഞാൻ പറഞ്ഞേക്കാം. ആ പണക്കാരി തള്ളയുടെ പിന്നാലെ പോകാനാണ് നിന്റെ ഭാവമെങ്കിൽ അവർ ഇനി എങ്ങാനും ഈ വീട്ടിൽ വന്ന് കയറിയ എന്റെ സ്വഭാവം, നളിനിയുടെ സ്വഭാവം അറിയും എല്ലാവരും എന്ന് പറയുമ്പോ ഉടനെ നളിനിയുടെ നേരെ നിത്യ ചോദിച്ചു, എന്താ ഈ തനി സ്വഭാവം എന്ന് പറയുന്നത്? എപ്പോഴും പറയുന്ന കേൾക്കാവല്ലോ. അമ്മായിയുടെ തനി സ്വഭാവം ഇനി വേറെ എന്താ ഉള്ളത് എന്ന് ചോദിച്ച് നിത്യ ബഹളം വെച്ചു. ഈ വീട്ടിൽ വന്നു കയറുന്നവരെയൊക്കെ അപമാനിച്ച് അയക്കാനുള്ള അധികാരം എന്തായാലും അമ്മായിക്കാരും തന്നിട്ടൊന്നുമില്ല. അമ്മായിയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ വരുന്നവരെ കൂടി എന്തിനാണ് അപമാനിക്കുന്നത് എന്ന് ചോദിച്ച് നിത്യ നളിനിയുടെ നേരെ ദേഷ്യപ്പെട്ടതും ഇവിടെ വന്നവര് എന്ന് വെച്ചാ വലിയ ആളല്ലേ എന്ന് നളിനി ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ നിത്യ പറഞ്ഞു, അതെ, ഇവിടെ വന്ന അമ്മയ്ക്ക് അന്തസ്സുണ്ട്. അന്തസ്സുള്ളത് കൊണ്ടാണ് അന്തസ്സായ രീതിയിൽ പെരുമാറിയത്. എന്നാൽ ഇവിടുന്ന് അവർക്ക് കിട്ടിയ പെരുമാറ്റവും അവർക്ക് തിരികെ കിട്ടിയതുമൊക്കെ ഒട്ടും അന്തസ്സില്ലാത്തവരുടെ രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട നളിനി ദേഷ്യത്തോടെ നിത്യയുടെ കർണത്തടിക്കുന്നു. എന്ത് പറഞ്ഞടി എന്ന് ചോദിച്ച് നിത്യയുടെ കർണത്തടിക്കുകയും കഴുത്തിന് കുത്തി പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ നളിനി പറഞ്ഞു, നിന്റെ കഴുത്തിന് ഞാൻ കുത്തിപ്പിടിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നാളെ നീ എന്റെ മരുമകളായി എന്റെ വീട്ടിൽ കഴിയേണ്ടവളാണ്, അതുകൊണ്ട് മാത്രം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം നീ ഇങ്ങനെ നിന്നാ മതി. പിന്നെ മറ്റൊരു കാര്യം കൂടി നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, എന്റെ മകന്റെ ഭാര്യയായി മാത്രമേ നിനക്ക് ഈ ജന്മം ജീവിക്കാൻ കഴിയൂ. അതിലപ്പുറം മോഹമൊന്നും പൊന്നുമോളെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നളിനി അവിടെ നിന്ന് പോകുന്നു. നളിനിയുടെ ആ സംസാരവും പ്രവൃത്തിയും ഒക്കെ നിത്യയെ വല്ലാതെ വേദനിപ്പിച്ചു. നിത്യ ആകെ സങ്കടത്തോടെ അവിടെ ഇരിക്കുമ്പോൾ ഹരിയുടെ പ്രവൃത്തി കൊണ്ട് തിരികെ വീട്ടിൽ മടങ്ങിയെത്തേണ്ടി വന്നതിനാൽ വീണ ആകെ നിരാശയിലായിരുന്ന വീണയുടെ ഫോണിലേക്ക് ഉടനെ ഒരു കൂട്ടുകാരി വിളിച്ചു. എന്തായി, ഇപ്പൊ ഒരു ഫോണോ വിളിയോ സംസാരമോ ഒന്നും ഇല്ലല്ലോ, എന്ത് പറ്റിയിടി എന്ന് വീണയോട് കൂട്ടുകാരി ചോദിച്ചതും വീണ പറഞ്ഞു, ഓ, എന്ത് ചെയ്യാനാ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി ശ്രമിച്ചപ്പോ അച്ഛന്റെ വകതാ ഇപ്പൊ വലിയൊരു ഭീഷണി നിൽക്കുക. അതുകൊണ്ട് ഇനി തൽക്കാലം കുറച്ചു നാളത്തേക്ക് ഒന്നിനും ഇല്ല ഞാൻ എന്ന് വീണ അറിയിച്ചു. അത് കേട്ട ഉടനെ കൂട്ടുകാരി പറഞ്ഞു, എടി, നീ കൂടുതൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഈ അച്ഛന്മാരെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നീ കുറച്ചു ദിവസത്തേക്ക് നല്ല കുട്ടിയായി നന്നായിട്ടൊന്ന് അഭിനയിക്ക്. അവര് പറയുന്നതെല്ലാം കേട്ട് അനുസരണശീലമുള്ള ഒരു പെൺകുട്ടിയായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്ക്. അച്ഛൻ പറയും, എന്റെ മോളെ പോലെ നല്ലൊരു പെൺകുട്ടി വേറെ ഇല്ല എന്ന്. അങ്ങനെ വരുത്തി തീർന്നതിന് ശേഷം നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി എന്ന് കൂട്ടുകാരി ഉപദേശിച്ചു. അതിനുശേഷം വീണ തന്റെ ആൺ സുഹൃത്തുക്കളെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചു. അവന്മാര് വിളിക്കാറുണ്ടായാലും അവരുടെ വിശേഷങ്ങളെ കുറിച്ചും പുതിയൊരു ജോലി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വീണ സംസാരിക്കണം. അതിനുശേഷം ഫോൺ വെച്ച് കഴിയുമ്പോൾ കൂട്ടുകാരി പറഞ്ഞ ആ ഉപദേശത്തോടെ ഇനി മുന്നോട്ട് നീങ്ങാമെന്ന് വീണ മനസ്സിലുറപ്പിച്ചു. ഈ സമയത്ത് സാറയുടെ വീട്ടിലേക്ക് പാമ്പിനെ കൊണ്ടുചെന്നിടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ജീവൻ തയ്യാറായി. എല്ലാവരും ഉറക്കമായ സമയത്ത് പതുക്കെ ജീവൻ തന്റെ വീടിന്റെ മതിൽ ചാടുന്നു. ഈ സമയത്ത് പുറത്തിറങ്ങിയ ശരവണൻ ആരോ അതിലെ നടന്നു പോകുന്നത് കണ്ടു. വലിയൊരു കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ട് ആദ്യം ശരവണൻ എന്തോ ഭേദമോ ഭൂതോ എന്തോ ആണെന്ന് ഭയന്നു. അതിനുശേഷം ഗേറ്റ് കടന്ന് ചാടി തന്റെ തലയിൽ കിടന്നിരുന്ന ആ തൊപ്പി മാറിയതോടെ അത് ജീവനാണെന്ന് ശരവണന് മനസ്സിലായി. ഉടനെ ശരവണൻ ഓർത്തു, ഈ അപ്പാവി പയ്യൻ ഈ സമയത്ത് ഇവൻ എങ്ങോട്ട് പോവാ എന്ന് ആലോചിച്ച് ശരവണൻ പതുക്കെ ജീവന്റെ പിന്നാലെ ചെന്നു. അപ്പോഴാണ് ജീവൻ സാറയുടെ വീട്ടിലെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയും പതുക്കെ താൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ആ കൂടയുടെ മൂട മാറ്റിയതും. ഉടനെ ശരവണൻ ആലോചിച്ചു, ദൈവമേ, ഇതിനകത്ത് എന്തായിരിക്കും ഉള്ളത് എന്ന് ആലോചിച്ച് ശരവണൻ പിന്നാലെ ചെല്ലുമ്പോൾ കൃത്യമായി സാറയുടെ റൂമിന് അകത്തേക്ക് ആ പാമ്പിനെ ജീവൻ കയറ്റി വിടുന്നത്
ശരവണൻ കാണുന്നു. ദൈവമേ, ആ പാവം പെൺകുട്ടിയുടെ ജീവിതം ഇന്നത്തോടെ അവസാനിക്കുമല്ലോ എന്ന് ഭയന്ന് ശരവണൻ വേഗം ജീവൻ തന്നെ കാണാതിരിക്കാനായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. പിന്നീട് അല്പസമയം കഴിയുമ്പോഴേക്കും സാറയുടെ റൂമിനകത്ത് ഒരു പാമ്പിന്റെ ശീൽക്കാരം കേട്ടു. അത് കേട്ട ഉടനെ തന്നെ സാറ എല്ലായിടത്തും പരിശോധിക്കാനായി വേഗം ലൈറ്റ് ഇട്ടു. അപ്പോഴാണ് തന്റെ റൂമിന് സൈഡിലായിട്ട് മൂലയിൽ ഒരു പാമ്പ് തനിക്ക് നേരെ ചീറ്റുന്നത് കണ്ടത്. അത് കണ്ട ഉടനെ സാറ നിലവിളിച്ചു, ദൈവമേ, ഓടി വരണേ, ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവിടുന്ന് സാറ ഉറക്കെ നിലവിളിക്കുന്നത് അപ്പുറത്ത് ജീവന്റെ വീട്ടിൽ മയങ്ങിക്കിടന്നിരുന്ന സുജാതയും ജ്യോതിയും ഒക്കെ കേൾക്കാനിടയായി. വേഗം സുജാതയും ജ്യോതിയും റൂമിൽ നിന്ന് ഓടി പുറത്തിറങ്ങി. ആരാമേ, ആരാ ഈ ഒച്ച വെക്കുന്നത്? ആരോ എന്തോ ആപത്തിലായാലോ എന്ന് ജ്യോതി പറഞ്ഞതും സുജാത പറഞ്ഞു, ഞാനും അത് കേട്ടിട്ടാ മോളെ ഇറങ്ങിയത്, വാ നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും സാറയുടെ വീട്ടിൽ നിന്നുള്ള നിലവിളി കേട്ടു. അയ്യോ, ആ അപ്പുറത്തെ സാറയുടെ വീട്ടിൽ നിന്നാണോ? വാ മോളെ, നമുക്കൊന്ന് പോകാം. മോള് വേഗം ചെന്ന് ജീവനെ ഒന്ന് വിളിച്ചേ, അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ജീവൻ റൂമിൽ കിടന്ന് മയങ്ങുന്നത് പോലെ അഭിനയിച്ച് കിടക്കുമ്പോഴേക്കും ജ്യോതി അരികിലേക്ക് ഓടിയെത്തി. ഏട്ടൻ വന്നേ, അപ്പുറത്ത് സാറയുടെ വീട്ടിൽ എന്തോ പ്രശ്നം, ഏട്ടൻ നീ എഴുന്നേറ്റേ എന്ന് പറഞ്ഞതും ജീവൻ പറഞ്ഞു, ഓ എനിക്ക് മേലെ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, നീ ഒന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞ് ജ്യോതി ഓടിച്ചു വിടാൻ ഒരുങ്ങി. അപ്പോഴേക്കും താഴെ തന്നെ സുജാത വിളിച്ചു, എടാ മോനെ ജീവ, ഇങ്ങ് വന്നേ. അത് കേട്ട ഉടനെ തന്നെ ജീവൻ ആ വിളി കേട്ടതും അതാ വരുന്നു അമ്മ എന്ന് പറഞ്ഞ് വേഗം എഴുന്നേറ്റു. ജീവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ സാറിന്റെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ട്, ആളുകൾ കൂടിയിരിക്കുന്നു എന്ന് സുജാത അറിയിച്ചു. ഉടനെ സുജാതയുടെ ജ്യോതിയുടെയും ആശങ്കയോടുള്ള ഓട്ടം കണ്ടപ്പോ പിന്നിൽ നിന്നുകൊണ്ട് ജീവൻ ആ ഓട്ടം കണ്ട് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കിച്ചണിൽ നിന്ന ശരവണൻ ജീവന്റെ പ്രവൃത്തി ഇതെല്ലാമെന്നും അതുകൊണ്ട് തന്നെ അവൻ ഈ പണിയെല്ലാം കാണിച്ചിട്ട് ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് മനസ്സിൽ പറയുമ്പോ ശരവണനെ നോക്കി ജീവൻ ഒന്ന് രൂക്ഷമായി. അപ്പോഴേക്കും ശരവണൻ പതുക്കെ കിച്ചണിലേക്ക് ഉൾവലിഞ്ഞു. ഈ സമയത്ത് ജീവൻ വേഗം തന്നെ ഓടി സുജാതയുടെയും ജ്യോതിയുടെയും ഒപ്പം സാറയുടെ വീട്ടിലേക്ക് എത്തി. ഉടനെ സാറയുടെ കാര്യാന്വേഷണം അവിടെ അടുത്തുള്ള ആളുകളെല്ലാം ഓടിക്കൂടിയിരുന്നു. അവർ സുജാതയോട് പറഞ്ഞു, അകത്ത് പാമ്പുണ്ടെന്ന് സാറ പറഞ്ഞത്. ഉടനെ സാറ ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ ആന്റി, ഞാൻ റൂമിൽ ഒരു ശബ്ദം കേട്ട് ലൈറ്റ് ഇട്ടപ്പോഴാണ് അവിടെ സൈഡിലായിട്ടൊരു പാമ്പ് ഇരിക്കുന്നത് കണ്ടത്. ഞാൻ ഭയന്ന് ഓടിപ്പോരുകയായിരുന്നു എന്നറിയിച്ചു. ഉടനെ ഇനിയിപ്പോ എന്താ ചെയ്യുക, ഈ സമയത്ത് വല്ല പാമ്പ് പിടുത്തക്കാരെയും കിട്ടുമോ മോനെ എന്ന് സുജാത ജീവനോട് അന്വേഷിച്ചു. ഉടനെ ജീവൻ പറഞ്ഞു, ഈ സമയത്തൊന്നും കിട്ടത്തില്ല അമ്മേ, അതതിന് വഴിക്ക് പോയിക്കോളും എന്ന് പറഞ്ഞപ്പോ ഉടനെ സുജാത പറഞ്ഞു, അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. ഉടനെ ഒരാൾ പറഞ്ഞു, അതെ, വീട് പൂട്ടിയിട്ട് കിടക്ക്, നാളെ പകലാകുമ്പോഴത്തേക്ക് ആരെങ്കിലും വിളിച്ച പാമ്പിനെ എടുപ്പിക്കാം. അത് കേട്ട ഉടനെ സുജാത പറഞ്ഞു, അതൊന്നും ശരിയാവില്ല. ഉടനെ ജീവൻ പറഞ്ഞു, അമ്മേ, ഞാനൊന്ന് പോയി നോക്കാം. അപ്പോഴേക്കും ജ്യോതി പറഞ്ഞു, വേണ്ട ഏട്ടാ, ഏട്ടൻ പോകണ്ട. ഉടനെ ജീവൻ പറഞ്ഞു, അമ്മേ, ഞാനൊന്ന് പോയി നോക്കാം, പാമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാവല്ലോ എന്ന് പറഞ്ഞപ്പോ സുജാത, ശരി മോനെ, സൂക്ഷിച്ചു പോണേ എന്ന് സമ്മതിച്ചു. ഉടനെ സാറയെയും ജീവൻ വിളിച്ചു. സാറ, വാ സാറേ എന്ന് പറഞ്ഞ് ജീവൻ വിളിച്ചപ്പോഴേക്കും സാറ വരുന്നില്ല എന്ന് പറഞ്ഞത് കണ്ട് ഒന്നുകൂടി സാറയോട് തന്റെ കൂടെ വരാനായി ജീവൻ അറിയിച്ചു. അപ്പോഴേക്കും സാറ ജീവന്റെ കൂടെ പോകുന്നു. ഈ കാഴ്ച കണ്ട് ശരവണൻ മനസ്സിൽ പറഞ്ഞു, ദൈവമേ, പാമ്പ് ആ പാവം പെങ്കൊച്ചിനെ വെറുതെ വിട്ടു, എന്നാ ഇവൻ അതിനെ കൊന്നു കളയുമല്ലോ എന്റെ ഈശ്വര എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാറയും ജീവനും കൂടി. ആ സമയത്ത് ശരവണൻ ആലോചിച്ചു, ദൈവമേ, ആ പെങ്കൊച്ച് തൽക്കാലം പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്നാൽ കൂടെ പോയിരിക്കുന്നവൻ അവനെ കൊല്ലൂലോ ഈശ്വര എന്ന് ശരവണൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തേക്ക് കയറി ചെന്ന സാറ തന്റെ മുറിയിൽ പാമ്പിനെ എവിടെയാ കണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു. പാമ്പിനെ കണ്ട സ്ഥലത്തേക്ക് ജീവനുമായി സാറ ചെല്ലുന്നു. സാറ പറഞ്ഞു, ദാ അവിടെയാണ് എന്ന് പറഞ്ഞതും ജീവൻ ആ പാമ്പിനെ കണ്ടെത്തി. വേഗം പാമ്പിന്റെ അരികിലേക്ക് പോകുമ്പോൾ സുജാതയും മറ്റുള്ളവരും അകത്തേക്ക് കയറി വന്നു. പാമ്പിനെ കണ്ടോ മോളെ എന്ന് ചോദിച്ചതും ഉടനെ സാറ പറഞ്ഞു, കണ്ടു ആന്റി, അത് അവിടെ തന്നെയുണ്ട്. വേഗം തന്നെ ജീവൻ ആ പാമ്പിന്റെ അരികിൽ ചെന്ന് ആ പാമ്പിനെ തല്ലിക്കൊന്നു. ജീവൻ ആ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കണ്ട് സാറ പറഞ്ഞു, ആന്റി, ജീവൻ അതിനെ കൊന്നു കേട്ടോ എന്ന് കേട്ടു. ഉടനെ സാറയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, പാമ്പിനോട് മാത്രം കളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ജീവൻ ആ വടിയും അവിടെ ഇട്ടിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അയ്യോ, കൊല്ലുണ്ടായിരുന്നു, സർപ്പദോഷം കിട്ടും. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, എന്റെ ചേട്ടാ, സർപ്പം കൊത്തിയാൽ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ നിന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു, അങ്ങനെയല്ല, സർപ്പം അത് ശരിക്കും ദോഷം കിട്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്റെ ചേച്ചി, വെറുതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ് മോനെ, സർപ്പത്തെക്കുറിച്ച് മോൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. സർപ്പം അതിനെ നമ്മൾ കൊന്നുകളഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ശാപം നമുക്കുണ്ടാകും, അക്കാര്യം മോൻ മറന്നു പോകരുത് എന്ന് സുജാത ജീവനോട് പറഞ്ഞു. ജീവൻ അതെല്ലാം കേട്ട് അതൊരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും അതുകൊണ്ടൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സുജാത പറഞ്ഞു, എന്നാ ആരെങ്കിലുമൊക്കെ ചെന്ന് അതിനെ ഒന്ന് പുറത്തെടുത്ത് കള എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ശരി, ഞങ്ങൾ കളയാവെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ അകത്തേക്ക് കയറി പോകുമ്പോൾ
ജീവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ട ഉടനെ ജ്യോതി പറഞ്ഞു, എന്നാലും എന്റെ ഏട്ടന് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞത് കേട്ട ഉടനെ സുജാത പറഞ്ഞു, എന്റെ മോൻ അങ്ങനെയാണ്. വേണ്ടപ്പെട്ടവർക്ക് എന്ത് ആപത്തുണ്ടായാലും അവൻ അവിടേക്ക് ഓടിയെത്തും. പിറ്റേന്ന് രാവിലെ സുജാത ക്ഷേത്രത്തിലേക്ക് പോകാനായി റെഡിയാകുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ജ്യോതി ചോദിച്ചു, അമ്മ എവിടേക്ക് പോവാ? അത് കേട്ടതും സുജാത പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ വരെ പോവുകയാണ്. ഉടനെ സുജാതയോട് പരിഭവം എന്നോണം മോള് ചോദിച്ചു, അമ്മ എന്നോട് കൂടി എന്താ പറയാതിരുന്നത്? എന്നാൽ ഞാനും ഇപ്പൊ റെഡിയാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സുജാത പറഞ്ഞു, അത് അത് ശരിയാവില്ല മോളെ, കാരണം ഞാൻ വരാനൊരു അല്പം വൈകും. സർപ്പദോഷത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ദോഷപരിഹാരം. അതുകൊണ്ടാണ് അമ്മ വരാൻ വൈകുമെന്ന് പറഞ്ഞത് എന്ന് അറിയിച്ചു. അത് കേട്ടതും ഉടനെ സുജാതയോട് ജ്യോതി ചോദിച്ചു, അത് മാത്രമല്ലല്ലോ അമ്മേ, ആ വിവാഹം മുടങ്ങിയതിന്റെ സങ്കടവും അമ്മയുടെ മനസ്സിലുണ്ട്. അതുകൂടിയല്ലേ ഇതിന് കാരണം എന്ന് സുജാതയോട് ജ്യോതി ചോദിക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സുജാത മറുപടി ഒന്നും പറയാതെ മോളെ നോക്കി. ഇതേ സമയത്ത് നിത്യയും ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായി ഇറങ്ങി. സദാനന്ദൻ വാതുക്കൽ ഇരിക്കുമ്പോഴേക്കും അവിടേക്ക് എത്തിയ സുജാത പറഞ്ഞു, അച്ഛ നിത്യ പറഞ്ഞു, അച്ഛ ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാം. അത് കേട്ടതും എന്നാ മോള് പോയിട്ട് വാ, മോളുടെ മനസ്സിന് അല്പം സമാധാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പോകാനായി അനുമതി നൽകി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് സദാനന്ദൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട മോളെ, ഇന്ന് പോകണ്ട. അത് കേട്ടതും അതിശയത്തോടെ പിന്തിരിഞ്ഞ് നിത്യ ചോദിച്ചു, അതെന്താ വെച്ചാ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞത്? ഉടനെ നിത്യയോട് സദാനന്ദൻ പറഞ്ഞു, വേറൊന്നുമല്ല മോളെ, മോളുടെ മുഖത്ത് നനഞ്ഞു തല്ലിയതിന്റെ പാടുണ്ട്, ആളുകൾ കണ്ടാൽ ചോദിക്കും. അതുകൊണ്ടാ മോളെ ഇങ്ങനെ തല്ലാനായിട്ട് ഒരിക്കലും ഞാൻ അവളുടെ കൈ പോലും ഉയർത്താൻ അനുവദിക്കുമായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ അച്ഛന്റെ നിവൃത്തികേടായി പോയി മോളെ, അതുകൊണ്ടാണ്, എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞു സദാനന്ദൻ തന്റെ വിഷമം പറയുമ്പോൾ നിത്യ പറഞ്ഞു, അച്ഛാ എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ, ഇതിപ്പോ എന്ത് അമ്മായി വിലയ്ക്ക് വാങ്ങിയതിനെ വിലയ്ക്ക് തന്റെ പണത്തിന് പകരമായി കിട്ടിയ വസ്തുവിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സദാനന്ദൻ ദയനീയമായി നോക്കുന്നു. അത് കണ്ടതോടെ നിത്യ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, എല്ലാം മാറ്റിവെച്ച ദൈവം ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തരും. അത് കേട്ടും സദാനന്ദൻ പറഞ്ഞു, അതെ മോളെ, മോൾ പ്രാർത്ഥിക്ക്, എല്ലാം ഭഗവാൻ കാണുന്നുണ്ടല്ലോ, എല്ലാത്തിനും ഒരു പരിഹാരം ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരും. അത് കേട്ട ഉടനെ നിത്യ പറഞ്ഞു, അതെ അച്ഛാ, എന്നാ ഞാൻ പോയി ക്ഷേത്രത്തിൽ പോയി സന്തോഷത്തോടെ മടങ്ങിയെത്തും. എന്നാ ഞാൻ തിരിച്ചു വരുമ്പോഴും അച്ഛൻ്റെ മുഖത്ത് ഈ സങ്കടം ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ എന്ന് പറഞ്ഞ് നിത്യ യാത്ര പറഞ്ഞിറങ്ങി. ഈ സമയത്ത് സുജാത ക്ഷേത്രത്തിലെത്തി സർപ്പദോഷത്തിന് വേണ്ട പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്നു. പൂജാരി വഴിപാടെല്ലാം നടത്തിയതിനു ശേഷം പൂജാരി വന്ന് പറഞ്ഞു, സർപ്പദോഷത്തിന്റെ വേണ്ട പരിഹാര ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സർപ്പക്കളത്തിലൂടെ പങ്കെടുക്കുകയാണെങ്കിൽ ഇതിനു വേണ്ട ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള പാപപരിഹാരമാകും, അതും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സർപ്പക്കളം എവിടെയാ ഉള്ളത് എന്ന് സംശയത്തോടെ സുജാത അന്വേഷിച്ചപ്പോൾ ഉടനെ പൂജാരി പറഞ്ഞു, അത് നമ്മുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ ഇന്നൊരു സർപ്പക്കളമുണ്ട്, അവിടെ ചെന്നാൽ മതിയായിരിക്കും എന്ന് പറഞ്ഞതും എനിക്കറിയാം പ്രസിഡന്റിനെ, എനിക്കറിയാം എന്ന് സുജാത അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുജാത ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് നിത്യ എത്തിച്ചേരുന്നു.